ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ. തിരുവനന്തപുരം അങ്ങനെ വിജയകരമായി BJP-യിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് കോർപ്പറേഷൻ ഭരണം. അതുപോലെ തന്നെയാണ് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ കൂടി BJP-യിലേക്ക് എത്തുമെന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ വോട്ട് ഷെയർ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഭരണത്തിലേക്ക് എത്താനായിട്ട് എത്തിയില്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ വലിയ രീതിയിലൊരു പഠനം കോർപ്പറേഷൻ സീറ്റുകളെ സംബന്ധിച്ച് നടത്തിയിരുന്നു. അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സ് നിർണയമാണ് എല്ലാ സീറ്റിലും നടത്തിയതും. നമ്മൾക്കൊരു 15-ലുപരി സീറ്റുകൾ നമ്മൾ വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ തുടക്കം മുതൽ മുന്നോട്ട് പോയത്. അതിനുള്ള പ്രവർത്തനങ്ങളും എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. സത്യത്തിൽ BJP-യെ സംബന്ധിച്ച് ഒരു സീറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മൾക്കിപ്പോൾ 6 സീറ്റ്, 5 എന്നുള്ളത് 6 സീറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കതൊരു ഈ പറഞ്ഞതുപോലെ 15-ലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. മിനിമം 10-ലേക്കെങ്കിലും എത്തുമെന്ന് അവസാന നിമിഷങ്ങളിലുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ 10-ൽ 1 ഈ പറഞ്ഞ പോലെ ഗിരിനഗർ 43 നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ മറ്റു പല ഘടകങ്ങളും അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കാരണം നമ്മൾ ഡയറക്റ്റ് വോട്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, കൃത്യമായി ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. ശക്തമായ പ്രചരണം, ഇരു മുന്നണികളെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ശക്തമായ പ്രചരണം നമ്മൾ ഈ നിശ്ചയിച്ച ഡിവിഷനുകളിലെല്ലാം നടന്നിട്ടുണ്ട്. അത് ഇത്തവണ BJP-യുടെ ഒരു പ്രത്യേകതയും കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വലിയ കൂട്ടായ്മ, ആ കൂട്ടായ്മയിലൂടെ വോട്ടർമാരുടെ ഇടയിലേക്ക് ചെല്ലുക, എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുക, അത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതൊരു പക്ഷേ നമ്മളെക്കാൾ മനസ്സിലാക്കിയത് മറ്റു രാഷ്ട്രീയ കക്ഷികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എവിടെയൊക്കെ BJP-യെ പരാജയപ്പെടുത്താനുള്ള ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ടോ, കാരണം ഇന്ത്യ സഖ്യം ആയിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുണ്ടോ അവിടെയൊക്കെ അവർ ആ പണിയെടുത്തിട്ടുണ്ട്. അതിനെ അതിജീവിക്കാൻ പറ്റിയ 6 സ്ഥലങ്ങളാണ് നമ്മുടെ ഈ സ്ഥലങ്ങൾ. ഇപ്പോൾ ഇതിൽ തന്നെ വിജയിച്ചു വന്ന ചില കാൻഡിഡേറ്റ്സ് അവിടെയും, ഇപ്പോൾ പ്രിയ അമരാവതിയിൽ നിന്ന് ജയിച്ച നമ്മുടെ സിറ്റിംഗ് കൗൺസിലറാണ് പ്രിയ പ്രശാന്തിൻ്റെ ഡിവിഷനിൽ അവിടെ MLA ഉൾപ്പെടെ നിരന്തരം പ്രചരണം നടത്തിയിരുന്നു. അവിടുത്തെ MLA എല്ലാ ദിവസവും വീടുകൾ തോറും പ്രചരണത്തിലായിരുന്നു. ഒന്ന് ആലോചിക്കണം, ഒരു MLA ഡെയിലി പ്രചരണം നടത്തി സിറ്റിംഗ് കൗൺസിലറെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾക്കതിനെ അതിജീവിക്കാനുള്ള വോട്ട് ഷെയർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിച്ചു. അതേപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ലേബലിൽ നിന്ന് വിമത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡിവിഷനാണ് ചെർളായി. അവിടെയും നമ്മൾക്ക് വളരെ നന്നായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ 1-2 ഡിവിഷനിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പരാജയപ്പെട്ടത്, ഞാൻ 2ാമതാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു 100-150 വോട്ടിൽ വിജയിക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. സത്യത്തിൽ ജനാധിപത്യം അതിൻ്റേതായ രീതിയിൽ പോയിരുന്നെങ്കിൽ കൃത്യമായി സംഭവിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 തവണ പറഞ്ഞു ജനാധിപത്യം കൃത്യമായ രീതി, എന്താണ് അവിടെ സംഭവിച്ചത്? അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് 2ാമത്തെ അനുഭവമാണ് ഗിരിനഗറിൽ തന്നെ. നമ്മൾ ആ ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും CPM എന്ന് പറയുന്ന LDF അവിടെ കൃത്യമായിട്ടൊരു ഗെയിം എടുക്കാറുണ്ട്. ഇത്തവണയും അവരത് വളരെ ഭംഗിയായിട്ട് അവരുടെ റോള് നിർവഹിച്ചു എന്നുള്ളതാണ്. കാരണം CPM-ന് കൃത്യമായിട്ടും ഗിരിനഗറിൽ ഏതാണ്ട് 897-900 വോട്ടുകളോളം 2000-ൽ അവർ പോൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും, രേഖയാണ്. അതിനുശേഷം അതൊത്തിരി കുറഞ്ഞു. പിന്നെ ഒരു 700-ൻ്റെ അടുത്ത് മോനമ്മ കോക്കാടൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്, LDF-ൻ്റെ സ്ഥാനാർത്ഥി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 698 വോട്ടുകളോളം CPM അവിടെ സമാഹരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ അത് 480 ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ ബേസ് വോട്ടെന്ന് പറയുന്നത് എപ്പോഴും ഒരു 500-800 ഇടയ്ക്ക് ബേസ് വോട്ടുള്ള ഒരു പാർട്ടിയാണ് CPM ഗിരിനഗറിൽ. അത് നിലവിലിപ്പം നമ്മുടെ ഡിവിഷൻ വിഭജനമൊക്കെ വന്നു. വാർഡ് വിഭജനം വരുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു 3 ബൂത്തുകളിലെ 1, 2, 3 എന്ന് നമ്മൾ എണ്ണുന്ന 3 ബൂത്തുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ അത്രയും വോട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഭാഗം കൂടി ചേർന്നു ഗിരിനഗറിൽ. നമ്മുടെ എളംകുളത്തു നിന്നൊരു ഭാഗവും
ചെലവന്നൂർ, പൊന്നേത്തമ്പലം എന്നൊക്കെ പറയുന്ന ഭാഗം, ഇന്ദിരാനഗർ ഭാഗമൊക്കെ കൂടെ കൂടിച്ചേർന്നപ്പോൾ അവർക്ക് അവിടെ ഒരു ബേസ് വോട്ട് എന്ന് പറയുന്ന ഒരു 400ഓളം ബേസ് വോട്ടുള്ള പാർട്ടിയാണ്. അപ്പം എങ്ങനെ പോയാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതും അവരൊരു 700 വോട്ടോളം പിടിക്കും എന്നുള്ളൊരു ധാരണ. കാരണം അവരുടെ തന്നെ പ്രവർത്തകരും നേതാക്കന്മാരും തന്നെ സംസാരിച്ചതാണ്. ഞങ്ങൾക്ക് എണ്ണിയെടുത്താൽ ഇത്ര വോട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് 400 സംതിങ് വോട്ടാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ അതിശയകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ 1, 2, 3 ബൂത്തുകൾ ഞാൻ പറഞ്ഞത് അവർക്ക് 100 ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലൊരു 3-ാം ബൂത്തിൽ 35 വോട്ടാണ് അവരുടെ സ്ഥാനാർത്ഥി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിദയനീയമായ വോട്ട് ചോർച്ച എന്ന് മാത്രമല്ല, ഈ വോട്ടുകൾ കച്ചവടം ചെയ്യുക. കഴിഞ്ഞ തവണയും ഇത് സംഭവിച്ചു. അവിടെ ഞാൻ തന്നെയാണ് മത്സരിച്ചത്. ഇതേപോലെ എനിക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് പോകേണ്ടി വന്നത് ഈ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതിനെ മറികടക്കാൻ നമ്മൾ വോട്ട് ചേർത്തിരുന്നു. ഈ അപകടം മുന്നിൽ കണ്ട് നമ്മൾ പുതിയ വോട്ടർമാർ ഒരു 120 വോട്ടർമാരോളം ചേർത്തിരുന്നു. പക്ഷെ അതിലൊരു 70 പേർക്കാണ്, നമ്മളുടെ കൃത്യം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്കായിട്ട് പറയുന്നത്, 70 പേരാണ് വോട്ട് ചെയ്യാൻ വരാൻ സാധിച്ചത്. മറ്റുള്ളവർ സ്ഥലത്തില്ല, അസുഖമായിട്ട് കിടപ്പിലായവർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു 70 പുതിയ വോട്ടർമാർക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളിത് മുന്നിൽ കണ്ടിട്ട് വോട്ട് ചേർത്തിരുന്നു. പക്ഷേ അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള വലിയ വോട്ട് കച്ചവടം നമ്മൾ ഇത്തവണ അവരോട്, പല നേതാക്കന്മാരോടും പ്രവർത്തകരോടും ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ തവണത്തെ പരിപാടി ആവർത്തിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരിക്കലും ഇല്ല, അതന്ന് സംഭവിച്ചു പോയതാണ്. ഇത്തവണ ഞങ്ങൾ, കാരണം സീറ്റ് കൊടുത്തിരിക്കുന്ന CPIക്കാണ്, അതുകൊണ്ട് CPM ഉത്തരവാദിത്വം എടുക്കേണ്ടി വരും വോട്ട് കുറഞ്ഞാൽ. അതുപോലെ ഇവരുടെ നേതാവ് MLA KN ഉണ്ണികൃഷ്ണൻ ഈ ഗിരിനഗറിലെത്തുകയും ഇവിടുത്തെ നേതാക്കന്മാരോട് ഒറ്റ വോട്ട് പോലും ചോരരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്ത് സംഭവം അത് നമ്മളോട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തവണ വിചാരിച്ചു ഇവർ ഈ പരിപാടി ചെയ്യില്ല, കാരണം അവരുടെ നേതാക്കന്മാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് CPI ആണ് മത്സരിക്കുന്നത്, അവർ സമാഹരിക്കും വോട്ടെന്നുള്ളതായിരുന്നു. എങ്ങനെ പോയാലും അവർക്കൊരു 600-700 വോട്ട് സമാഹരിക്കാൻ അവിടെ ഉണ്ട്, ഒന്നും പറയണ്ട. ചിഹ്നമില്ലെങ്കിൽ പോലും അതെ, ആ വോട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ വന്നപ്പോൾ 400+ വോട്ടുകൾ മാത്രമാണുള്ളത്. അത് ഈ പുതിയ ബൂത്തുകളിൽ നിന്നാണ് അവരുടെ സ്ഥാനാർത്ഥിക്ക് 100 എന്നുള്ളത് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ദയനീയമായിട്ട് പരാജയമാണ്. അപ്പം ഈ വോട്ട് എവിടെ പോയി? ഇവരുടെ ബേസ് വോട്ടുകൾ നമുക്കറിയാലോ, CPMനെ സംബന്ധിച്ച് അവരുടെ ബേസ് വോട്ടെന്ന് പറയുന്നത് ഒരു അനക്കവും തട്ടാതെ വരുന്ന ഒരു സംഭവമാണ്. ആ ബേസ് വോട്ടുകൾ എവിടെ പോയി? ആ ബേസ് വോട്ടുകൾ അങ്ങനെയാണ് 350-400ഓളം വോട്ടുകളാണ് ഇപ്പോൾ ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടുകെട്ട്, അത് പണം കൊടുത്തിട്ടാണോ പണം കൊടുക്കാതെയാണോ പണാധിപത്യമാണോ എന്നൊക്കെയുള്ളത് അത് തമ്മിൽ ഡീലിംഗ് നടത്തിയവർക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും പർച്ചേസ് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് കൗൺസിലർ മാലിനി കുറുപ്പ്. അവർ സ്വാഭാവികമായിട്ടും അവിടെ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു. അത് നമ്മുടെ കുറച്ച് ഒരു വോട്ട്, നമ്മളുടെ ഒരു 100ഓളം വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു നിഷ്പക്ഷ വോട്ടുകൾ അത് മാറിപ്പോയിട്ടുണ്ട്. കാരണം അവരവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷേ അവർക്കും അറിയാം ഈ സംഭവങ്ങളെല്ലാം എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ളത് അവർക്കും അറിയാം, കൃത്യമായിട്ട് അവർക്കും ധാരണയുണ്ട്. ഇത്ര വലിയൊരു പർച്ചേസിങ് നടത്തിയിട്ട് എല്ലാ ജനാധിപത്യത്തെയും അട്ടിമറിച്ച്, മര്യാദകളെ അട്ടിമറിച്ച് ജയിക്കുക എന്നുള്ളത് അതൊരു യഥാർത്ഥ വിജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനെന്നല്ല, യഥാർത്ഥ വിജയം ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ഗിരിനഗറിലെ ആരും കരുതുന്നില്ല. ഇത് തന്നെ പൊതുവായി എല്ലായിടത്തും നടന്നിട്ടുണ്ടാകും. ഇത് ഞങ്ങൾ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന പല ഡിവിഷനുകളിലും ഇവർ ചെയ്തിട്ടുണ്ട്. താമര വിരിയരുത് എന്നുള്ള CPMൻ്റെ ആഗ്രഹം കൊണ്ട് ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഇവർ ഈ വോട്ടുകളിങ്ങനെ പണാധിപത്യത്തിൻ്റെ പേരിൽ വിറ്റ് അല്ലെ മറിച്ച് ഇന്നിപ്പോൾ CPM എവിടെയാണ് പോയി നിൽക്കുന്നത്? അപ്പോൾ അവരുടെ തകർച്ച എവിടെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അമ്പേ തകർന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വീഴ്ച, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ഇവർ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നു? BJP ആ റോളിലേക്ക് കയറി വന്നു കഴിഞ്ഞു. ഈ കോൺഗ്രസിനും പ്രാതിനിധ്യമില്ലാത്ത രീതിയിൽ BJP വലിയൊരു സാധ്യതയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ
ഇത്തരത്തിൽ ഉം. അത് BJPയെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതിൻ്റെ ഫലമാണ് സത്യത്തിൽ നമുക്ക് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് പല സീറ്റുകളിലേക്കും കടന്നു കയറാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ്.